പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും വെളുത്തവാവേ എൻ്റെ മടിയിൽ മയങ്ങുമി മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ. പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും വെളുത്തവാവേ എൻ്റെ മടിയിൽ മയങ്ങുമി മാലതീലതയെ തൊടല്ലേ തൊടല്ലേ നീ. തൊടല്ലേ തൊടല്ലേ നീ. തൊടല്ലേ തൊടല്ലേ നീ. ദേവരാം മാസ്റ്ററെ ഒരു സൂപ്പർ ഗാനമാണ്. എനിക്ക് വളരെ കൊച്ചിലേ തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു വലിയൊരു എന്താണ് മനസ്സിന് എന്തോ ഒരു കുളിർമയാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഇന്ന് നമ്മുടെ അതിഥി അല്ലെങ്കിൽ മത്സരാർത്ഥി സുധി കൊട്ടിയമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം സുധി കൊട്ടിയത്തിനെ. അദ്ദേഹം ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെയും ചെയ്തിട്ടുണ്ട്. സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സുധി കൊട്ടിയം. നമസ്കാരം സുധി. നമസ്കാരം. ഒരുപാട് നാളായി കണ്ടിട്ട്. നമ്മള് പല സ്റ്റേജ് ഷോസും പങ്കെടുത്തിട്ടുണ്ട്. 2003 ഒരു ഷോയ്ക്ക് വരാനും പറ്റിയില്ല, രാജാ സാഹിബുമായിട്ടുള്ള. എനിക്ക് ആദ്യമായിട്ടൊരു ഗൾഫ് ഷോ വന്ന അങ്ങോട്ട് പോയി. ഫസ്റ്റ് ടൈം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ലതായിട്ട് പോകുന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. എപ്പോഴും അങ്ങനെ ശീലിച്ചോണ്ട് അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോഴും പ്രോഗ്രാം സ്റ്റാർട്ടൊക്കെ ആയി തുടങ്ങി. അപ്പൊ അതുകൊണ്ടൊരു ചെറിയ സന്തോഷമൊക്കെ ആയി. അതെ, അതിന്റെ ഏറ്റവും വലിയ രസം ഇന്ന് കാലത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നു കാനഡയിൽ നിന്ന്. ജാക്സൺ എന്ന് പറഞ്ഞൊരാണ് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അമേരിക്കയിൽ ഒരു പ്രോഗ്രാം കാനഡയിലും ചെയ്യാൻ പറ്റൂ. ഞാൻ ചോദിച്ചു, ഇവിടെ ഇതെങ്ങനെയാണ് ഈ ഫ്ലൈറ്റിൽ പോകണം, കോവിഡ് കഴിഞ്ഞിട്ടില്ല? ഇല്ല, 2022 ഏപ്രിലേ ഉള്ളൂ, ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ തിരക്കിട്ട് ഇങ്ങോട്ട് ഇറങ്ങുക എന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് രാത്രി സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ആശ്വാസം ഇന്ന് എനിക്ക് കിട്ടി. ആ ആശ്വാസം നിങ്ങളുടെ അടുത്തും പങ്കിടുകയാണ്. അപ്പോൾ 2022 ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂടാം. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ സുധി പറയാൻ നേടാൻ കണ്ടു കാണും എന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട്. കണ്ടിട്ടുണ്ട് സാർ, ഒരുപാട്. അപ്പോൾ എന്നെ ഡീറ്റെയിൽസ് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ 3 സെഗ്മെൻ്റാണ്. അതെ. ആദ്യത്തെ സെഗ്മെൻ്റാണ് കേറി വാടാ മക്കളെ. നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? കേറി വാടാ മക്കളെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ രാവണപ്രഭു എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ നിന്നാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഒരുപാട് തവണ കണ്ടിട്ടുള്ള സിനിമയാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സുധി എത്ര വേഷം മാറിയാലും ദിലീപിന്റെ നിന്ന് വിട്ടുപോകാൻ പറ്റുമോ എന്നെനിക്കൊരു എനിക്ക് പോക്കരിയിലെ വടിവേലും ഇല്ലേ, വടിവേലിനെ ഓർമ്മ വന്ന്. എന്താ സാർ, എന്ത് വേഷം കിട്ടിയാലും അവന്റെ മുടി അവസാനം കറങ്ങി തിരിഞ്ഞ് അങ്ങനെയാണ്. അല്ല, ഇത് കാരണം ഒരുപാട് പേരിങ്ങനെ ദിലീപേട്ടൻ്റെ അപ്പിയറൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഈ ചില സംവിധായകരുടെ മുമ്പിലൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞൊരു ആക്ടർ ആവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഒരാളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്ന കാരണത്താൽ ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടൊരു ഗതികെട്ടൊരു കലാകാരനാണ്. അപ്പം നമ്മൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കും. അപ്പോൾ ഞാനങ്ങനെ കുറേ നാൾ ഇമിറ്റേറ്റ് ചെയ്യാതിരുന്നു, ദിലീപേട്ടനെ കുറേ നാൾ ഇമിറ്റേറ്റ് ചെയ്യാതിരുന്നു. അപ്പോൾ സാജൻ പള്ളുരുത്തി ചേട്ടൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിലീപേട്ടൻ്റെ ഡ്യൂപ്പായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു, ചേട്ടാ വേറെ ആരെങ്കിലും നോക്ക് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല നീ അല്ലാതെ വേറെ ആരും അത് ചെയ്താൽ ശരിയാവത്തില്ല, നീ തന്നെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ് ചേട്ടനെ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് സമ്മതിച്ച് തരാണ് വരാതെ, എനിക്ക് എൻ്റെ മുഖത്തിൽ അഭിനയിക്കാൻ ഒരു അവസരം തരണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു വേഷം കെട്ടി ഈ ഡ്യൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ചിലർക്കൊക്കെ ഒരു ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഡ്യൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു വിലയില്ലാതെ കാണുന്ന ഒരു സാധനത്തിന് നമ്മളെ ഡ്യൂപ്പ് എന്ന് പറയുന്ന പോലെ ആവുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാഹചര്യത്തിനോട് പറഞ്ഞു, എൻ്റെ മുഖത്തിൽ ഒരു വേഷം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ശരി, അതിനകത്തൊരു പോലീസ് ഓഫീസറിൻ്റെ വേഷമുണ്ട്, അത് നീ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഗ്യാരണ്ടിയിൽ ഞാൻ ചെല്ലാമെന്ന് ഏറ്റു. അവിടെ ചെന്ന് മീശമാധവനായിട്ട് വേഷം കെട്ടി ആ സ്കിറ്റ് കഴിഞ്ഞു. ഉടനെ എനിക്ക് പോലീസിൻ്റെ കോസ്റ്റ്യൂം കൊണ്ടുവന്നു. കോസ്റ്റ്യൂം കൊണ്ട് അത് യൂണിഫോമിനകത്ത് അത് എഴുതിയിരിക്കുകയാണ് ദിലീപ് എന്ന്.
അപ്പോൾ എന്നോട് സാജൻ ചേട്ടൻ പറഞ്ഞു, എടാ നിന്നെ ദിലീപ് വിട്ടുപോകല്ലോ. അതായത് അതിനൊരു പഴമൊഴിയുണ്ട്, ചത്താലും കുത്തും തിരുവാഴിത്താൻ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, സ്വന്തമായിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആരും കഥ എഴുതുന്നില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്ക് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാരക്ടറിന് ആപ്റ്റ് ആവുന്ന ഒരു സ്റ്റോറി ഞാനിപ്പോൾ എഴുതി. അതൊരു വെബ് സീരീസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. അപ്പോൾ അത് കഥ കേട്ടിട്ട് 1-2 പേര് എന്നോട് പറയേണ്ടത് അത് വെബ് സീരീസ് ആക്കി ചെറുതാക്കേണ്ട, അതിന് നല്ല സിനിമയ്ക്ക് സ്കോപ്പുണ്ട്, സിനിമ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ എൻ്റെ സുഹൃത്തിനോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ഒരു ടീമായിട്ട് അത് ഒരു ടൈറ്റിലൊന്ന് അനൗൺസ് ചെയ്ത് ബാക്കിയൊക്കെ ദൈവം പിന്നാലെ അത് സാധിച്ചത്. കുമ്പാരി എന്നാണ് ആ പടത്തിന് പേരിട്ടിരിക്കുന്നത്. കുമ്പാരി. മഞ്ജുച്ചയുടെയും ജയസൂര്യയുടെയും സുരാജിൻ്റെയൊക്കെ ഫേസ്ബുക്ക് പേജിലൂടെ അതൊന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് അധികം വൈകാതെ അതൊന്ന് ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നടക്കട്ടെ, ഗോഡ് ബ്ലെസ് യു. അപ്പോൾ എന്തായാലും ദിലീപിനെ വിട്ടു. ദിലീപിൻ്റെ ഒരു പാട്ട് പാടാമല്ലോ? തീർച്ചയായിട്ടും. അദ്ദേഹം സൗണ്ട് തോമയിൽ പാടിയ ഒരു പാട്ട്. റെഡി. കണ്ട ഞാനൊരു സുന്ദരന, ഈ നാട്ടിലേക്ക് ഇങ്ങനെ കോമളന, പല കാമിനിമാരുടെ കാമുകന, പണ്ടേ ഞാനൊരു വീരന. മീശ പഠിക്കാൻ ഷാരൂഖ് ഖാൻ, ഞാൻ മസിൽ പിടിക്കാൻ സൽമാൻ ഖാൻ, ഫൈറ്റിൽ ഞാനൊരു ജാക്കി ഖാൻ, ഹൈറ്റിൽ അമിതാഭ് ബച്ചന. സ്റ്റൈലിൽ ഞാനൊരു രജനി, പവറിൽ ഞാനൊരു ഗജനി, ഡാൻസിൽ മൈക്കൽ ജാക്സൺ, ആക്ടിൽ ഞാനൊരു ഭ്രാന്തന. എന്നെ കണ്ണിന് ഫോറിൻ തണിയ ഡാൻസ് കളിച്ചപ്പോ അതോപ്പൻ കണ്ണം സ്റ്റൈൽ, ഇതെന്റെ തോമസ് സ്റ്റൈൽ. എങ്ങനെയുണ്ട്? കറക്റ്റ് കേട്ടാ, ഡിറ്റോ അദ്ദേഹം പാടിയ പോലെ തന്നെ ഉണ്ട്. സാധാരണ നമ്മളെ കോമഡി സ്കിറ്റുകളൊക്കെ കളിക്കുന്ന സമയത്ത് സാറിൻ്റെ ഇങ്ങനെ ഡ്യൂപ്പിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട്, MG സാറിൻ്റെ ഡ്യൂപ്പിൻ്റെ. അപ്പോൾ അത് കണക്ക് ഇങ്ങനെ ലാസ്റ്റ് കണക്ക് സാർ ഇപ്പോൾ ചിരിച്ച പോലെ ചിരിക്കും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കും, അങ്ങനെ നോക്കുന്നതേക്കും അല്ല മുട്ടയിട്ടോ നോക്കിയത്. അപ്പോൾ ആ ചിരി ലൈവായിട്ട് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് ഗോഡ്.